ഫറൂഖ് നഗരസഭയിലെ സൗജന്യ കുടിവെള്ള പദ്ധതി നിലച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് വെസ്റ്റ്നെല്ലൂരിലെ ജനങ്ങൾ. മേലോടി SC/ST കോളനി ഉൾപ്പെടെ 1000 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വെസ്റ്റ്നെല്ലൂരിലെ കുടിവെള്ള പദ്ധതി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനങ്ങൾ പലത് നൽകിയിട്ടും ഇതുവരെയും പരിഹാരമായില്ല. ഇതോടെ പ്രതിഷേധ നടപടികളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. 54 വർഷത്തോളമായി ഫറോക്കിലെ 1000-ഓളം കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്ന വെസ്റ്റ്നെല്ലൂർ കുടിവെള്ള പദ്ധതി മുഖേനയുള്ള ജലവിതരണം നിലച്ചിട്ട് 5 മാസത്തോളമായി. സ്വകാര്യ വ്യക്തികൾ വിട്ടു നൽകിയ ഭൂമിയിലെ 2 കിണറുകളിൽ നിന്നുമാണ് സൗജന്യമായി ഇവിടേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. എന്നാൽ മോട്ടോർ പ്രവർത്തനരഹിതമായതോടെ കുടിവെള്ള വിതരണം അവതാളത്തിലാവുകയായിരുന്നു. അത്യാവശ്യത്തിന് വെള്ളം വീടുകളിലെ കിണറുകളിൽ നിന്ന് കോരിയെടുക്കാമെന്ന് വെച്ചാലോ അതിലുള്ളത് ഉപ്പും ചെളിയും കലർന്ന വെള്ളവും. ഇതാണ് പ്രദേശവാസികളെ പ്രതിസന്ധിയിലാക്കുന്നത്. എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണിത്, വെള്ളമില്ല. ഇതിൽ പരം നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ചോറും കഞ്ഞിതൊന്നും അല്ലല്ലോ, വെള്ളമല്ല ചോദിക്കുന്നത്. അതുവരെ തരാഞ്ഞപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? ഈ വെള്ളം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ പോകണമെന്ന് അറിയാം. കുന്നത്ത് പറഞ്ഞൊരു സ്ഥലമുണ്ട്, 2 മണിക്കൂറാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണമെങ്കിൽ. പിന്നെ ആണെങ്കിൽ ഇവരോട് എത്ര പറഞ്ഞിട്ടും ഇവർ കണ്ണ് തുറക്കാത്ത എന്താ അതാ പറയണത്. ഈ പാവപ്പെട്ട ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എത്ര പറഞ്ഞിട്ട് ഇവർ കണ്ണ് തുറക്കാത്ത എന്താ? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇതിനെതിരെ നിവേദനങ്ങൾ പലതും നൽകിയിട്ടും അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞുപോലും നോക്കിയില്ല എന്ന ആരോപണമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ശുദ്ധജല പദ്ധതി നമ്മുടെ ബഹുമാനപ്പെട്ട MP രാഘവൻ അവർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. കളക്ടർക്ക് 2 പ്രാവശ്യം നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട മന്ത്രി റിയാസിന് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇവരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ പാവപ്പെട്ട ജനങ്ങളെ വോട്ട് മേടിക്കുക, പോവുക. പിന്നെ ഇവർക്ക് എന്ത് കഷ്ടമുണ്ടോ ഒന്നും അറിയുന്നില്ല, ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ ഈ SC/ST കോളനിയിൽ എന്ന് പറഞ്ഞാൽ ഫണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അന്നേരം ഇവർക്ക് സൗജന്യമായിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവരെ ഔദാര്യമല്ല, ഈ പൊതുജനങ്ങളെ അവകാശമാണ്. വളരെ പാവപ്പെട്ട കോളനി പ്രദേശമാണിത്. ജപ്പാൻ കുടിവെള്ളം ആശ്വാസകരമാകുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ പൈപ്പ് പൊട്ടുന്നതോടെ അതും നിലയ്ക്കും. മോട്ടോർ പ്രവർത്തനരഹിതമാക്കാൻ പോലും ഫറോക്ക് നഗരസഭയുടെ കയ്യിൽ പണമില്ലെന്നും വെസ്റ്റ്നെല്ലൂർ കുടിവെള്ള പദ്ധതി പുനരാരംഭിക്കണമെന്നും ജനകീയ കമ്മിറ്റി അംഗം പറഞ്ഞു. ജപ്പാൻ കുടിവെള്ളം കൂടി മുടങ്ങിയാൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വെള്ളം ചുമന്ന് എത്തിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. അതുകൊണ്ട് തന്നെ കുടിവെള്ള പദ്ധതി പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്. കുടിവെള്ള പദ്ധതി നിലച്ചതോടെ തങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചൊന്നുമല്ലെന്നും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വെള്ളം ചുമന്നുകൊണ്ടുവരേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്നും നാട്ടുകാർ പറയുന്നു. അവരുടെ പ്രതികരണങ്ങൾ കൂടി കാണും. അപ്പം വെള്ളം നമുക്ക് കിട്ടണം. ഈ 50 കൊല്ലമായി ഈ പൈപ്പ് ഉണ്ടായിട്ട് ഇതുവരെ വെള്ളം പൈസ തരാമെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ 10 ഉറുപ്പ്യാണെങ്കിലും ഞങ്ങൾ കൊടുക്കും, അങ്ങനെ വെള്ളം മതി. ഈ പൈപ്പ് എന്തിന്? എന്നാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അടിക്കേണ്ട, അതും ഇല്ല. എന്നാണെങ്കിൽ ചപ്പാൻ വെള്ളമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരിക, പൊട്ടുക, കലക്ക് കുടിക്കുക. ഞങ്ങൾ മനുഷ്യന്മാരല്ലേ ഇത്? ഞങ്ങൾക്ക് നല്ല വെള്ളം കുടിക്കാൻ കൂലി ഉണ്ടാവില്ലേ? അതിനുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം വേണം. ഈ കുടിവെള്ളത്തിനും വേണ്ടി അത്ര കണ്ട് കഷ്ടപ്പെടാം. ഇവിടെ നമ്മളെ സാക്കൾ വരും, നേതാക്കന്മാരെല്ലാവരും വരും. നമുക്ക് തിരഞ്ഞെടുപ്പ് വരണം, ഓരോരുത്തരായിട്ടുള്ള ശമ്പളം കിട്ടണം. അതിന് മുനിസിപ്പാലിറ്റിയിൽ കുത്തിരിക്കാനും അല്ല സർക്കാർ ഉദ്യോഗസ്ഥരിൽ കുത്തിരിക്കാനും ഒക്കെ ആളുണ്ട്. പക്ഷെ പൊതുജനങ്ങളെ കാര്യത്തിനും വേണ്ടി ഒരൊറ്റ ആൾക്കാരില്ല. ജപ്പാൻ വെള്ളം കുടിവെള്ളം തന്നിക്കാണ് മാസത്തിൽ 3 വട്ടം 4 വട്ടം പോവും. ഒരാഴ്ചയോളം വെള്ളം ഇല്ലാക്കും. ഈ പെരയിൽ 4 ആൾ 5 ആൾ 6 ആളുണ്ടാവും. ഈ 6 ആൾക്ക് എങ്ങനെ ഈ വെള്ളം ഒരാഴ്ച വെള്ളമില്ല ഞാൻ ലൂസ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാടിനോട് ചെയ്യുന്ന അത്തരം ക്രൂരത എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ജനങ്ങളാണല്ലോ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. ആ ജനങ്ങൾക്കൊരു പ്രശ്നം വന്നിട്ടാണ് ഏത് സർക്കാരും കണ്ണുറക്കും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയയാണ് ചേരുന്നത്. ലക്ഷ്മി, വെസ്റ്റ്നെല്ലൂർ കുടിവെള്ള പദ്ധതി മുടങ്ങിയിട്ടിപ്പോൾ 5 മാസമായി എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷയത്തിൽ ഫറൂഖ് നഗരസഭയുടെ നിലപാട് എന്താണ്? ഒപ്പം പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണല്ലോ നാട്ടുകാരുടെ തീരുമാനം. ഇനി എങ്ങനെയാണ് മറ്റ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്?
കഴിഞ്ഞ 54 വർഷമായി വെസ്റ്റ് നെല്ലൂരിലെ 1000 കുടുംബങ്ങളാണ് ഈ ഒരു കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അതേസമയം ഇവർ ഇപ്പോൾ 5 മാസത്തോളമായിട്ടാണ് ഈ ഒരു കുടിവെള്ള പദ്ധതി ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത്. ഇതേ തുടർന്ന് ഈ നാട്ടുകാർ MP-യും അതുപോലെ തന്നെ MLA-യും മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടും ഇതുവരെയും ഈ ഒരു വിഷയത്തിൽ നടപടി ആയിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം ഈ ഒരു കുടിവെള്ള പദ്ധതി നിലച്ചതോടെ ഇവർക്കിപ്പോൾ വീട്ടിലുള്ള കിണറിലുള്ള വെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഈ കിണറിലുള്ള വെള്ളം ഉപ്പുവെള്ളവും അതുപോലെ തന്നെ കലങ്ങിയ വെള്ളവുമാണുള്ളത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു കുടിവെള്ള പദ്ധതിയെ മാത്രം ആശ്രയിച്ചാണ് ഈ കുടുംബങ്ങൾ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുടിവെള്ള പദ്ധതി പുനരാരംഭിക്കണമെന്ന ആവശ്യം നാട്ടുകാർ ശക്തമായി ഉന്നയിക്കുന്നത്. അതേസമയം ഇവിടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയും ഇപ്പോൾ വരുന്നുണ്ട്. അത് വരുന്നുണ്ടെങ്കിൽ പോലും പല സമയത്തും ഈ പൈപ്പ് പൊട്ടുന്നതുമായി അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും കാരണം ഇവർക്ക് കൃത്യസമയത്തുള്ള വെള്ളവും ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സൗജന്യമായി ലഭിക്കുന്ന ഈ കുടിവെള്ള പദ്ധതി പുനരാരംഭിക്കണമെന്ന് ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം മനുഷ്യാവകാശ കമ്മീഷനും ഈ ഒരു വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ ഒരു മാസം 20-ന് ഇതിൻ്റെ ഹിയറിംഗ് ഉണ്ടാവും. അതിൽ ഈ നഗരസഭ പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിനൊരു പ്രത്യേകിച്ച് ഫണ്ടൊന്നും ഇറക്കുന്നില്ല. ഇവർക്ക് ജപ്പാൻ കുടിവെള്ളം പദ്ധതി പോലുള്ള പദ്ധതി നിലനിൽക്കെ ഇത്തരത്തിലുള്ളൊരു കുടിവെള്ള പദ്ധതി പുനരാരംഭിക്കേണ്ട കാര്യമില്ലെന്നാണ് ഈ ഫാറൂഖ് നഗരസഭ പറയുന്നത്. ഏതായാലും പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്.